ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായുള്ള കുടിവെള്ള വിതരണ പദ്ധതി ഒന്നാം ഘട്ടം ഇനിയും പൂർത്തിയായില്ല. 2 വർഷത്തോളമായുള്ള പദ്ധതിയാണ് ഇപ്പോഴും ഇഴയുന്നത്. പദ്ധതിയുടെ 95% പ്രവൃത്തികളും പൂർത്തിയായെന്നാണ് ജല അതോറിറ്റി അധികൃതരുടെ വിശദീകരണം. എന്നാൽ പല സ്ഥലങ്ങളിലും പൈപ്പിടൽ പ്രവൃത്തികൾ പോലും പൂർത്തിയായിട്ടില്ലെന്നാണ് പരാതി. 12.15 കോടി രൂപ ചെലവഴിച്ച് നടപ്പാക്കുന്ന ഒന്നാം ഘട്ട കുടിവെള്ള വിതരണ പദ്ധതിയാണ് ഇപ്പോഴും പൂർത്തിയാകാതെ കിടക്കുന്നത്. പല സ്ഥലങ്ങളിലും വീടുകളിലേക്ക് പൈപ്പുകൾ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലും കുടിവെള്ളം എത്തിയിട്ടില്ല. മാത്രമല്ല, ചിലയിടങ്ങളിൽ പൈപ്പുകളും സ്ഥാപിച്ചിട്ടില്ലെന്നാണ് പരാതി. പൈപ്പിട്ട ഭാഗങ്ങളിൽ പൊട്ടി വെള്ളം പാഴാവുന്നതും വലിയ പരാതികൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. കടുത്ത വേനലിൽ പോലും വെള്ളം ലഭിക്കാത്ത അവസ്ഥയിലെത്താനും പൈപ്പ് പൊട്ടൽ കാരണമായി. ഒന്നാം ഘട്ടത്തിൽ 2290 കണക്ഷൻ നൽകാനാണ് പദ്ധതി. ഇതിൽ ഭൂരിഭാഗം പേർക്കും പൈപ്പുകൾ എത്തിയെങ്കിലും വെള്ളം എത്തിയിട്ടില്ല. മാത്രമല്ല, പൈപ്പ് കണക്ഷൻ ലഭിച്ച് ആഴ്ചയ്ക്കകം ബില്ലുകൾ വരുന്നതായുള്ള പരാതിയും ഉയർന്നിട്ടുണ്ട്. പൊതു പൈപ്പുകൾ എടുത്തുമാറ്റിയതോടെ വീടുകളിലേക്ക് നേരിട്ട് പൈപ്പ് എത്തിച്ച് കുടിവെള്ളം നൽകുകയാണ് രീതി. അതുകൊണ്ട് തന്നെ 3 ഘട്ടങ്ങളിലായി കുടിവെള്ള വിതരണ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. രണ്ടാം ഘട്ടത്തിൽ 1200 കണക്ഷൻ നൽകുന്ന പദ്ധതിക്കായി 7.99 കോടിയും മൂന്നാം ഘട്ടത്തിൽ 1500 കണക്ഷൻ നൽകാനായി 11.5 കോടി രൂപയുടെ പദ്ധതിയും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഒന്നാം ഘട്ടം പൂർത്തിയാകുന്നതോടെ മാത്രമേ 2ഉം 3ഉം ഘട്ടങ്ങൾ ആരംഭിക്കാനാവൂ. മാത്രമല്ല, 2ഉം 3ഉം ഘട്ടങ്ങളിലെ പദ്ധതിക്ക് അനുമതിയും ലഭിക്കേണ്ടതുണ്ടെന്ന് ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച്, 2nd ഫ്ലോർ, കൊപ്പൻസ് ഔട്ട്ലെറ്റ് മാൾ, മെയിൻ റോഡ്, ഷൊർണൂർ.